ഞാൻ അതിനെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ദയവേത് എന്നെ ഒരു വെൽക്കം പറയരുത്, ബിക്കോസ് ഇത് എൻ്റെ നാടാണ്, ഞാൻ ജനിച്ച് വളർന്ന തിരുവനന്തപുരമാണ്. ഇവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് വരുന്നത് പോലെ തന്നെയാണ്. ഞാൻ ഈ കനവക്കുന്നിലൊക്കെ കളിച്ചു വളർന്ന് നടന്ന ആളാണ്. ഞാൻ കൗടിയാറിലാണ് വളർന്നത്. സോ ഡെയിലി അച്ഛനും അമ്മയും എന്നെ എണീപ്പിച്ച് ഇവിടെ വാക്കിങ്ങിനൊക്കെ കൊണ്ടുവരും. ഈ വേദിയിൽ തന്നെ ഞാൻ പല പ്രാവശ്യവും ഡാൻസ് കളിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. ഇൻഫാക്ട് അതിനെല്ലാം ഉപരി ഞാൻ ഇന്ന് ഒരു അഭിനേത്രിയായിട്ട് ഇവിടെ നിൽക്കുന്നതിനും തിരുവനന്തപുരത്തിനും മലയാളികൾക്കും വലിയൊരു പങ്കുണ്ട്. അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഈ വളർച്ചയ്ക്ക് നിങ്ങളില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. സോ അതിന് ഫസ്റ്റ് നന്ദി നിങ്ങളുടെ അടുത്ത് തന്നെയാണ് പറയേണ്ടത്, എൻ്റെ മലയാളികളുടെ അടുത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയൊരു ഗംഭീര സിനിമയുടെ ഭാഗമായി കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പല വേദികളിലും നന്ദി പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മേളിലായി നമ്മൾ ഈ പടത്തിന് പ്രൊമോഷൻസായി ഇന്ത്യ എമ്പാടെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ ഇത്രയും മനോഹരമായി കലയ്ക്ക് എങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് നല്ലൊരു കലാപ്രകടനമായിരുന്നു ആ റിഗാറ്റ കാഴ്ചവെച്ചത്. അത് മലയാളികളുടെ ഒരു മഹത്വം തന്നെയാണ്. ഇത്രയും ഭംഗിയായിട്ട് ഡെഫിനറ്റ്ലി അത് എനിക്ക് അത്രയും പ്രൗഡായിട്ട് തോന്നുന്നു. ബിക്കോസ് നമ്മൾ ബോംബെ പോയി, ഡൽഹി പോയി, ആന്ധ്രാപ്രദേശിൽ പോയി, ബാംഗ്ലൂർ, എല്ലായിടത്തും ഫാൻസ് ഉണ്ട്, എല്ലായിടത്തും കലാ ആസ്വാദകരുണ്ട്. പക്ഷെ കലാകാരന്മാരെയും കലാകാരികളെയും ഇങ്ങോട്ട് ക്ഷണിച്ച് വരുത്തുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിൽ കലയുണ്ട്, ഇത് ഞങ്ങളുടെ കലാസമർപ്പണമാണെന്ന് പറയുന്നത് മലയാളികളെ കൊണ്ടേ പറ്റുള്ളൂ. ജൂൺ 5 വന്നു. നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോകുമല്ലേ? അപ്പം ജൂൺ 5 എല്ലാം മനസ്സിലാവും. ആക്ച്വലി ജോർജേട്ടനെ കുറിച്ച് ഗോപാലൻ സാർ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു കഥ ഓർമ്മ വന്നു. ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിൽ ജോർജേട്ടനും ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ജോർജേട്ടൻ്റെ അടുത്ത് കമൽ സാറ് വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ജോർജേട്ടൻ എന്നെ വന്നിട്ട് കമൽ സാർ എൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞു എന്ന് പറഞ്ഞ് ആ മുഖത്തെ ആ ഒരു പുഞ്ചിരി, ആ ഒരു സന്തോഷം. ജോർജേട്ടാ, എനിക്ക് അത്രയും സന്തോഷമുണ്ട് ജോർജേട്ടൻ്റെ ഈ ഒരു ഉയർച്ചയിൽ. ഇനി ചെന്നൈയിൽ ഒരു വീട് വാങ്ങിക്കോ. സാറിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാൻ കമൽ സാറിനെ ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ ഇവിടുത്തെ ശ്രീ പത്മനാഭ തിയേറ്ററിലാണ്. സാറിൻ്റെ ഒരു പടത്തിൻ്റെ സ്ക്രീനിങ്ങിന് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ഫാൻ ഗേളിൻ്റെ മൂർധന്യത്തിൽ പോയിട്ട് സാറിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് ഇതുവരെ വന്നെത്താൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് സാർ.